ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോക വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റേതായ അശാന്തികൾ വന്നു ചേരുക സ്വാഭാവികമാണ്. എന്നാൽ മനസ്സിനെ പരമമായ സത്തയിൽ ലയിപ്പിച്ചതിന് ശേഷം ലോകവ്യാപാരങ്ങളിൽ ഏർപ്പെട്ടാൽ ഒരിക്കലും ഇത് നമുക്ക് അശാന്തിക്ക് കാരണമായി തീരുകയില്ല. അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു ഉദാഹരണ സഹിതം ഇത് വിവരിക്കുന്നു. ചക്ക മുറിക്കുമ്പോൾ അതിൻ്റെ കറ നമ്മുടെ കൈകളിലും ആയുധങ്ങളിലും ഒട്ടി അസഹ്യത ഉണ്ടാക്കുമ്പോൾ അല്പം എണ്ണ തേച്ചാൽ ആ ഒട്ടലില്ലാതെയാവും. അപ്രകാരം വേണം ആത്മജ്ഞാനം നേടിയ ശേഷം ലോകത്തിലേക്ക് ഇറങ്ങിയാൽ ലോകവസ്തുക്കളൊന്നും തന്നെ നമുക്ക് അസഹ്യതയ്ക്കോ അശാന്തിക്കോ കാരണമായി തീരുകയില്ല. എന്നാൽ മഹാത്മാക്കൾ, സത്യം ബോധിച്ച മഹാത്മാക്കൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ അവരെ യേശുദേവന് കൊടുത്തതുപോലെ കുരിശായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. അവരെ ആദരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും അവരിൽ നിന്നും അറിയേണ്ടതായ പരമസത്യം ബോധിക്കേണ്ടതിനും പകരം അവരെ അവരുടെ മഹത്വം അറിയാതെ അവരെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടവർ പലപ്പോഴും പരമരഹസ്യമായി ഒരു ശല്യവുമില്ലാത്ത വിധത്തിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏകാന്തത്തിലിരുന്നാത്മാ ധ്യാനത്തിൽ മുഴുകിയിടുവോർ ആമട്ടെഴും മഹാത്മാവായി വിളങ്ങും ഭക്തി പൊങ്കവൻ. ഭക്തി കൊണ്ട് ആവിഷ്ടമായിരിക്കുന്ന അത്തരം മഹാത്മാക്കൾ എപ്പോഴും ഏകാന്തത്തിലിരുന്ന് ആത്മധ്യാനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കും. എപ്പോഴും ആ ആത്മഭാവത്തിൽ തന്നെ വർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് പരമമായ നിർവൃതിയും ആനന്ദവും അമരത്വവും സംതൃപ്തിയും അനുഭവവേദ്യമാകുന്നു. അത് സാധാരണക്കാർക്കറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ അത് സ്വയം അനുഭവിച്ച് ആനന്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. തങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദാനുഭൂതി മറ്റുള്ളവർക്കും അനുഭവിക്കാമല്ലോ എന്ന് കരുതി അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇത് പകർന്നു കൊടുക്കുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് അതിൻ്റേതായ ധന്യത അനുഭവവേദ്യമാകും. അതിനാൽ ഏകാന്തത്തിലിരുന്നാത്മാ ധ്യാനത്തിൽ മുഴുകിയിടുവോർ ആമട്ടെഴും മഹാത്മാവായി വിളങ്ങും ഭക്തി പൊങ്കവൻ. അപ്രകാരത്തിൽ നമുക്കും ആ ഭക്തിഭാവം വളരണമെങ്കിൽ അത്തരം മഹത്തുക്കളെ നാം മാതൃകയായി സ്വീകരിച്ച് അതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്.